എല്ലാവർക്കും ഓരോ ചങ്ക് ഫ്രണ്ട് ഉണ്ടാകും. സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നിൽക്കുന്ന, ചങ്ക് പറിച്ചു തരാൻ മടിയില്ലാത്ത ഒരു സുഹൃത്ത്. ഹാപ്പി വെഡിങ്ങിന് ശേഷം ഒമർ ലുലു ഒരുക്കിയ ചങ്ക്സ് എന്ന സിനിമ പറയുന്നതും അങ്ങനെയുള്ള ചങ്ക് സുഹൃത്തുക്കളെ കുറിച്ചാണ്. ഗണപതി, വിശാഖ്, ധർമ്മജൻ ബോൾഗാട്ടി, ബാലു വർഗീസ് എന്നീ 4 സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഹണി റോസിന്റെ റിയ എന്ന കഥാപാത്രം എത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചങ്ക്സിന്റെ പ്രമേയം. ക്യാമ്പസ് സൗഹൃദവും പ്രണയവും വിരഹവും ആഘോഷമാക്കിയ മലയാള സിനിമയുടെ പട്ടികയിലേക്ക് ഒരു ചിത്രം കൂടി എന്ന് ചങ്ക്സിനെ ഒറ്റവരിയിൽ വിശേഷിപ്പിക്കാം. ആൺകുട്ടികൾ അടക്കി വാഴുന്ന മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ആദ്യമായി ഒരു പെൺകുട്ടി എത്തുന്നു, റിയ. അവളെ മെക്റാണിയായി പ്രഖ്യാപിച്ച് സൗഹൃദ വലയത്തിലേക്ക് ചേർക്കുന്ന 4 സംഘം. റിയയുടെ കടന്നുവരവ് ഈ 4 സംഘത്തിന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് ചിത്രം രസകരമായി പറഞ്ഞിരിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ മാറി മറിയുന്ന ട്വിസ്റ്റുകൾ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ബാംഗ്ലൂരുവിൽ നിന്ന് റിയയെ തേടിയെത്തുന്ന കൂട്ടുകാരി ആദ്യ പകുതിയിലുടനീളം ഒരു സസ്പെൻസായി കാഴ്ചക്കാരുടെ കൂടെ കൂടുന്നുണ്ട്. സുഹൃത്തിൽ നിന്ന് പ്രണയിനിയിലേക്കുള്ള റിയയുടെ ഭാവപകർച്ചയും അതിനെ തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് 2ാം പകുതിയിലുള്ളത്. ക്യാമ്പസ് സൗഹൃദങ്ങൾക്കും അപ്പുറം ചിത്രത്തിലെ യഥാർത്ഥ ചങ്ക്സ് ആരൊക്കെയാണെന്ന സത്യം ക്ലൈമാക്സിൽ മാത്രമാണ് കാഴ്ചക്കാരിലെത്തുന്നത്. കാഴ്ചക്കാരിൽ ചിരി പടർത്തുന്ന നർമ്മ മുഹൂർത്തങ്ങൾക്ക് ചങ്ക്സിൽ യാതൊരു പഞ്ഞവുമില്ല. സിനിമയുടെ തുടക്കത്തിലെ ക്ലാസ് മുറി ദൃശ്യം മുതൽ തന്നെ ഈ ധാരാളിത്തം പ്രകടമാണ്. റിയ എന്ന മെക്റാണിയായുള്ള ഹണിറോസിന്റെ തിരിച്ചുവരവ് ചങ്ക്സിന്റെ പ്രത്യേകത തന്നെയാണ്. നായക കഥാപാത്രമായ റൊമാരിയോയായി ബാലു വർഗീസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഫ്രീക്കൻ ലുക്കിലെത്തുന്ന ധർമ്മജൻ പതിവ് പോലെ ചിത്രത്തിലുടനീളം ചിരിപ്പടക്കത്തിന് തിരികൊളുത്തുന്നുണ്ട്. ലാൽ, സിദ്ദിഖ് എന്നിവരുടെ അച്ഛൻ വേഷങ്ങളും കോമഡിയുടെ മേമ്പൊടി ചേർത്ത് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഷമി തിലകന്റെ ജോസ് മാഷും ഹരീഷ് കണാരന്റെ പ്രേമേട്ടനുമാണ് ചിത്രത്തിലെ മറ്റു 2 രസകര കഥാപാത്രങ്ങൾ. മെറീന മൈക്കിൾ അവതരിപ്പിക്കുന്ന ഷെറിൻ എന്ന കഥാപാത്രം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. സനൂപ് തൈക്കൂടം, ജോസഫ് വിജീഷ്, അനീഷ് ഹമീദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്ന യുവതലമുറയ്ക്ക് കൂട്ടുകാരോടൊപ്പം പോയി അടിച്ചു പൊളിക്കാവുന്ന ചിത്രം തന്നെയാണ് ചങ്ക്സ്. എന്നാൽ ആഴവും പരപ്പുമുള്ള പ്രമേയങ്ങളിലേക്കും ഗൗരവമായ സിനിമാ അനുഭവത്തിലേക്കും പോവാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകന് നിരാശയാകുമോ ഫലം എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്.